നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്ക്. പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ മണിക്കൂറുകൾ. ഇത്രയേറെ അയ്യപ്പ ഭക്തരോ എന്ന് തോന്നും വിധത്തിൽ തിക്കും തിരക്കും. മണിക്കൂറുകൾ നീണ്ട ക്യൂവും തിങ്ങി നീങ്ങിയുള്ള കടന്നുപോകും. കണ്ണു നിറയെ അയ്യപ്പനെ കണ്ട് തൊഴാനെത്തിയ കുഞ്ഞുമക്കളും തിക്കിലും തിരക്കിലും പെട്ട അവസ്ഥ. കുഞ്ഞുങ്ങളെ പോലീസുകാർ കയ്യിൽ വാങ്ങുന്ന കാഴ്ചകളായിരുന്നു ഏറെയും. ADGP ES ശ്രീജിത്ത് തിരുമുറ്റത്തേക്ക് ഓടിയെത്തി 18-ാം പടിക്ക് സമീപം നിന്ന് തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനുശേഷമാണ് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നത്. ശബരിമലയിൽ ദർശനം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഭക്തരാണ് ഇന്നും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി ഇരുമുടി കെട്ടഴിച്ച് നെയ്യഭിഷേകം നടത്തി മാലയൂരി മടങ്ങിയത്. ഇന്നലത്തെ തിരക്കിൽപ്പെട്ട് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയവരാണ് പന്തളത്തെത്തി മാലയൂരിയ ശേഷം മടങ്ങിപ്പോയവരിൽ ഏറെ. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള 17 അംഗ തീർത്ഥാടക സംഘവും ദർശനം നടത്താതെ മടങ്ങിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു. എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്ക് മൂലം നടന്നില്ല എന്നും യാതൊരുവിധ സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് തീർത്ഥാടകർ പറയുന്നത്. വർഷങ്ങളായി ശബരിമലയിൽ വന്നിട്ടും ഇങ്ങനെയൊരു അനുഭവം ഇതാദ്യമായിട്ടാണ് എന്നുമാണ് ഒട്ടുമിക്ക തീർത്ഥാടകരുടെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. രാവിലെ മുതൽ തിരക്ക് നിയന്ത്രണാതീതമായി മാറി. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ദർശന സമയവും നീട്ടിയിരുന്നു. ഇന്നലെ ആവശ്യത്തിന് സൗകര്യമില്ലാതെ തീർത്ഥാടകർ ഏറെ വലഞ്ഞിരുന്നു. നിരവധി പേർ ദർശനം കിട്ടാതെ മടങ്ങിയ സംഭവവും റിപ്പോർട്ട് ചെയ്തു. വൈകിട്ടോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നതെങ്കിലും തിരക്ക് ഒട്ടും കുറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഭക്തർ സുഗമമായിട്ടാണ് ദർശനം നടത്തുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടെന്നും അറിയിപ്പുണ്ട്. അതേസമയം ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്ന് മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള അറിയിപ്പും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യമൊരുക്കും. കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസത്തേക്ക് ദർശനത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തി നൽകും. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക മാത്രമല്ല, ഭക്തർക്ക് തങ്ങാൻ നിലയ്ക്കലിൽ സൗകര്യമൊരുക്കി നൽകും. മരക്കൂട്ടം, ശരംകുത്തി, സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും. ക്യൂ കോംപ്ലക്സുകളിൽ എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളം ഉറപ്പാക്കുകയും ചെയ്യും. കുടിവെള്ളത്തിന് പുറമെ ലഘുഭക്ഷണവും ചുക്കുകാപ്പിയും നൽകും. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തൃശൂരിൽ നിന്നുള്ള NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തുകയും ചെയ്യും. ഇന്ന് നട തുറന്നത് മുതൽ സുഗമമായി ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ച് മാത്രമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ശബരിമലയിലേക്കുള്ള ശരണപാതയിലും രാവിലെ മുതൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരുന്നു. പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് ഒഴിവാക്കാൻ നിലയ്ക്കൽ മുതൽ തീർത്ഥാടക വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിട്ടിരുന്നത്. പമ്പയിൽ താൽക്കാലികമായി സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെക്കുകയും ചെയ്തു. മാത്രമല്ല, നിലയ്ക്കലിൽ ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തു. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് മാത്രം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പ്രവേശനം അനുവദിച്ചു നൽകുന്നുണ്ട്.